ജസ്റ്റ് ഞങ്ങളുടെ സ്റ്റുഡിയോ ഒന്ന് കണ്ടിട്ട് പൊക്കോ. അപ്പോൾ ഫ്ലൈറ്റ് എന്താ പറയുക, ഹരിയാനയിൽ നിന്നും നേരെ കൊച്ചിക്ക് എടുത്തത് അവർ മാറ്റി. അവർ പറഞ്ഞു മുംബൈ ആക്കി, മുംബൈ വന്നിട്ട് ജസ്റ്റ് കൊച്ചിക്ക് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സോണി ചാനലിൻ്റെ സ്റ്റുഡിയോ കാണാൻ വേണ്ടിയിട്ട് പോയി. വളരെ വലിയ ഒത്തിരി നമ്മൾ അതിശയിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസൊക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കുറച്ച് നേരമേ ഉള്ളൂ, ആം റെസ്ലിങ്ങും ചുമ്മാ കുറച്ച് നല്ല ഇൻസ്പയറിങ് നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പം കേരളത്തിലേക്ക് പോവുകയാണ്, അടുത്ത ആഴ്ച നിങ്ങൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ വരാം, സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലാണ് ഞാനതിൽ പങ്കെടുത്തത്. അത് വലിയ 40 രാജ്യങ്ങളിൽ അത് ടെലികാസ്റ്റ് ചെയ്തു. 17 തവണ അത് റീടെലികാസ്റ്റ് ചെയ്ത ഒരു നല്ല നിമിഷങ്ങളായിട്ട് തീർന്നു. പിന്നെ പ്രിയങ്ക ചോപ്ര, രൺബീർ കപൂർ, ഫറാഖ് ഖാൻ, അനു മല്ലിക്, ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സംവിധായകരെയും നടിമാരെയൊക്കെ പരിചയപ്പെടാനും അവരോട് മിങ്കിൾ ചെയ്യാനായിട്ടൊക്കെ പറ്റി. പിന്നീട് രാജ്യത്ത് ഞാൻ പഞ്ചാബിലൊക്കെ മത്സരിക്കാൻ പോയപ്പോൾ എന്നെ രാത്രിയിൽ എൻ്റെ മുഖം കണ്ടാൽ പോലും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ എന്നോട് ചോദിക്കും, എൻ്റർടൈൻമെൻറ്റ് കെ ലിയെ കുശ് ഭി കരേഗ, അതിനകത്തുള്ള ആളല്ലേ എന്ന് ചോദിച്ചു.